ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗോൾഡ് സേവിങ്ങിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിലേക്കുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും വരുമാനം വ്യത്യാസം ഉണ്ടാവും. മാസ വരുമാനവും ദിവസ വരുമാനവും ആഴ്ചയിൽ വരുമാനം കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിന് മുന്നായിട്ട് നോക്കിയാൽ 1 ഗ്രാം മുതൽ 1/2 ഗ്രാം വരെയുള്ള കോയിൻസ്, 1 ഗ്രാം, 1/2 ഗ്രാം, 2 ഗ്രാം, അത്രയും കോയിൻസ് എല്ലാം ഇന്ന് ജ്വല്ലറികളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിക്കുള്ള ഗോൾഡ് കോയിൻ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ 2 ഗ്രാസത്തിൽ നമ്മൾ 1/2 ഗ്രാമോ 1 ഗ്രാമോ 2 ഗ്രാം വരെ നമുക്ക് വാങ്ങാൻ പറ്റും. ഡെയിലി 500 രൂപ വരുമാനമുള്ളവർക്ക് പോലും നമുക്ക് ചെറിയ തൂക്കത്തിൽ തന്നെ ഇത് വാങ്ങാം, ഈസി ആയിട്ട് വാങ്ങിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇന്ന് ഗോൾഡ് റേറ്റ് മെയ് 9, 1 ഗ്രാം സ്വർണ്ണവില 9015 രൂപ. അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് 1/2 ഗ്രാം ആണെങ്കിൽ, അതായത് 500 മില്ലിഗ്രാം ആണെങ്കിൽ 4507 രൂപ. അതിൻ്റെ മേക്കിംഗ് ചാർജ് വരുന്നത് 75 രൂപ. അപ്പം 4582. GST 3% വരുമ്പോൾ 137 രൂപ വരും. അത് 4719 രൂപ. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് 4720 രൂപ. നമ്മൾ 2 മാസം കഴിഞ്ഞാണ് ഇതെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 മാസം കഴിയുമ്പോൾ 1 ഗ്രാമിൻ്റെ വില 9015 ആയിരിക്കില്ല, അത് 10000 രൂപ ആയിരിക്കും. അപ്പോൾ നോക്കുക, 500 മില്ലിഗ്രാമിന് 5000 രൂപ. 5000 രൂപ. അതിൻ്റെ മേക്കിംഗ് ചാർജ് വരുന്നത് 75 രൂപ. അപ്പം 5075 രൂപ. ഇപ്പോൾ GST 3% ഉണ്ട്. അപ്പോൾ 152 രൂപ. അപ്പം 5227 രൂപ. റൗണ്ട് ഓഫ് ചെയ്ത് 5230 രൂപ. അപ്പം നമ്മുടെ സേവിങ് പ്ലാൻ നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ ടാർഗറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 5230 രൂപയാണ്. അപ്പം അതിൻ്റെ ഡ്യൂറേഷൻ, നമുക്ക് കാലാവധി കിട്ടുന്നത് 61 ദിവസമാണ്. അപ്പം നമ്മൾക്ക് ഒരു ദിവസത്തിൽ 5230, 61 ദിവസത്തിൽ ഒരു ദിവസം 85 രൂപ, അതായത് 86 രൂപ നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ആഴ്ചയിലുള്ള വരുമാനക്കാരാണെങ്കിൽ ആഴ്ചയിൽ 581 രൂപ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 3 ഗ്രാം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, 1 ഗ്രാമിന് 15000 വരെ ആവാം സാധ്യതയുണ്ട്. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ 1 ഗ്രാമിന് 15000 വരെ വരാം. അതിനാൽ 1 ഗ്രാം സേവ് ചെയ്താൽ പോലും അതിന് അത്രയ്ക്കും വാല്യൂ ഉണ്ട്. കാരണം ഗോൾഡ് റേറ്റ് കുറയാൻ ഒരു സാധ്യതയില്ല. ഉറപ്പായും അത് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഗോൾഡ് റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായും ആ തീരുമാനം നിങ്ങൾ മാറ്റുക. നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ എമൗണ്ട് ഗോൾഡായി മാറ്റി വയ്ക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് നേടിത്തരും. അതുപോലെ വളരെ സുരക്ഷിതമായി വെക്കുകയും വേണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഓരോ ഗ്രാമും നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഗോൾഡ് ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് നമ്മൾ എത്രയും വേഗം തിരിച്ചെടുക്കണം. കാരണം RBIയുടെ റൂൾസൊക്കെ അനുസരിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ നമ്മുടെ പണയ സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് ലേലത്തിൽ പോകുമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സേവ് ചെയ്ത് 1/4 ഗ്രാമോ 1/2 ഗ്രാമോ നമുക്ക് എത്ര പറ്റുമോ അത്ര അളവിലുള്ള സ്വർണം കുറച്ച് ചേർത്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് എന്നെ കമൻസിൽ അറിയിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക. ഇതെനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.